നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മെയ് മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. കാരണം രണ്ടാം ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. വരുമാനത്തിൽ വൻ വർധനവിന് യോഗമുള്ള സമയമാണ്. ചെലവ് കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും തൊഴിലിൽ സ്ഥാനക്കയറ്റം നേടാനും യോഗമുള്ള ഒരു വർഷമാണ്. ലഗ്നത്തിൽ ബുധശുക്ര യോഗമാണ്. രണ്ട് ശുഭഗ്രഹങ്ങൾ തന്നെ ലഗ്നത്തിൽ നിൽക്കുകയും ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. വരുമാനത്തിൽ നല്ല വർധനവിന് യോഗമുള്ള ഒരു വർഷമാണ്. ഈ മാസത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പം തൊഴിൽ എടുക്കുന്നവർക്കൊക്കെ സ്ഥാനക്കയറ്റത്തിന് യോഗമുള്ള ഒരു മാസമാണ്. ഉദാഹരണം കൊണ്ട് തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടുകയും തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനും സാധിക്കുന്ന സമയമാണ്. ഗവൺമെൻറ്റിൽ നിന്നൊക്കെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനായിട്ട് യോഗമുണ്ട്. ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. ലഗ്നാൽ സർവാഭിഷ്ട സ്ഥാനത്ത് കർമാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിൽ സംബന്ധമായിട്ട് അനുകൂലമായ അതേ അവസ്ഥയിൽ തന്നെ നിവർത്തി സ്ഥാനാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുകയും ആ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ ഇടവൻ രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഇടവൻ രാശിയിലേക്ക് മാറുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ 19-ാം തീയതി ഒരു ജന്മത്തിലും അതിനുശേഷം രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുമ്പോൾ ഗുരുശുക്ര യോഗവും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഗുരുഭാർഗവ സംയോഗേ ദിവ്യദാരോ മഹാധനി എന്ന് പറയുന്ന യോഗമാണ്. അപ്പോൾ ധനാഭിവൃദ്ധി ഉണ്ടാകുക, നല്ല ഭാര്യാഗുണം അനുഭവിക്കാനായിട്ട് ഇടവരിക, ധർമ്മസ്ഥിത പ്രമാണം ഞാൻ വിദ്യാജീവിതി ജയതയെന്ന വിദ്യ കൊണ്ട് ജീവിക്കാനായിട്ട് പഠിച്ച തൊഴിലിന് വിദ്യയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടാനായിട്ടുള്ള യോഗമുണ്ട്. ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ശുഭകരമായിരിക്കുന്ന അവസ്ഥകളും അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ഭവന സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ 12-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് രാഹുവിനോട് യോഗം ചെയ്തിട്ട്. അപ്പോൾ വരുമാനം വർദ്ധിക്കും എന്ന് പറയുന്ന യോഗം ഉണ്ടെങ്കിലും അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. അതേപോലെ തന്നെ വീഴ്ച സംഭവിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ചെലവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടുക, തൊഴിൽ മേഖലയിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുറച്ചും കൂടി നല്ല ബെനഫിറ്റുള്ള മേഖലയിലേക്ക് മാറാനായിട്ട് സാധിക്കുക. ഇങ്ങനെയുള്ള ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ശത്രുസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ കേതു ആറിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷം, സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുന്നതും അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, ചെറിയ ഗുരുതി പുഷ്പാഞ്ജലി പോലെയുള്ള കാര്യങ്ങൾ, നാഗപൂജ, ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മേൽപ്പറയപ്പെട്ട തടസ്സങ്ങൾ മാറിയാൽ അനാവശ്യമായിട്ടുള്ള ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്ഥാനചലനം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും. സംസാരം ഒന്ന് ശ്രദ്ധിക്കണം. എടുത്തുചാടിയുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ 15-ാം തീയതിക്ക് ശേഷം ഉണ്ടാകാതിരിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായിരിക്കുന്ന രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് എടുത്തുചാടിയോ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ പേരിൽ പിന്നീട് മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കാൻ ഇടവരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്താൽ ഈ മാസം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.